തന്റെ ഭാര്യയുടെ ആഗ്രഹമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഇരുകരങ്ങളും പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗഫിർലി ആയിഷ, എന്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. എന്റെ ആയിഷ അറിഞ്ഞു ചെയ്തും അറിയാതെ ചെയ്തതും അല്ലാഹുവേ ഒറ്റയ്ക്ക് ചെയ്തതും പരസ്യമായി ചെയ്തതും രഹസ്യമായി ചെയ്തതും എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണേ എന്ന് ലോകത്തിന്റെ നേതാവ് ദുആ ചെയ്യുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല സന്തോഷം കാരണം ചിരിച്ച് ചിരിച്ച് പ്രവാചകന്റെ മടിയിൽ നിന്ന് താഴെ വീഴുകയാ. അവിടുത്തെ തല താഴെ വീണു. പ്രവാചകൻ ചോദിച്ചു, ആയിഷ നിനക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടോ ആയിഷ? ഒരുപാട് സന്തോഷമായോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് പറയുന്നു, നബിയേ എനിക്ക് വേണ്ടി അങ്ങ് പ്രത്യേകമായി ദുആ ചെയ്തല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ നിനക്ക് മാത്രമല്ല ഞാൻ ദുആ ചെയ്യുന്നത് എല്ലാ ദിവസവും 5 നേരം, എല്ലാ ദിവസവും 5 നേരം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ലോകത്തിന്റെ നേതാവുണ്ടല്ലോ. അവിടുന്ന് പറയുന്നു, ആയിഷ 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞാൽ ഈ ലോകത്ത് അവസാനം കടന്നു വരുന്ന മുസ്ലിം ഉണ്ടല്ലോ, ഈ ലോകത്തെ അവസാനമായി കടന്നു വരുന്ന മുസ്ലിമിന് വേണ്ടി എന്റെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി ഞാൻ 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞ എല്ലാ ദിവസവും ദുആ ചെയ്യും ആയിഷ. എന്റെ പ്രിയമുള്ളവര്, എനിക്കും നിങ്ങൾക്ക് വേണ്ടി 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് ഓരോ നമസ്കാരം കഴിയുമ്പോഴും ദുആ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. വാപ്പാ നമ്മുടെ മക്കള് ചെയ്യുമോ? വാപ്പാ അന്ത് പ്രസവിച്ച മക്കള്, കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ നമ്മുടെ മക്കള്, മാതാപിതാക്കൾക്ക് വേണ്ടി 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് സ്വന്തം മക്കള് പോലും ദുആ ചെയ്യാറില്ല. പക്ഷേ ആര് ദുആ ചെയ്യുമായിരുന്നു? നമ്മുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു ചെറുപ്പക്കാരാ, നമ്മളെ വല്ലാത്ത സ്നേഹമായിരുന്നു പൊന്നു പെങ്ങള്. നിനക്ക് വേണ്ടി നീ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് നിന്റെ വാപ്പയുടെ നട്ടെല്ലിന് ജനിക്കാത്ത സമയത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നെങ്കിലും സ്നേഹിക്കണമെങ്കിൽ ആ നേതാവിനെയല്ലേ, സ്നേഹിക്കണമെങ്കിൽ ആ നേതാവിനെയല്ലേ സ്നേഹിക്കേണ്ടത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്നേഹിച്ച മുത്തുനബിയെ സ്നേഹിക്കണമടാ പൊന്നുമൂലേ. അല്ലാതെ കള്ള സ്നേഹമല്ലടാ. നാവ് കൊണ്ട് മാത്രമല്ല സ്നേഹിക്കേണ്ടത്, ഹൃദയം കൊണ്ട് സ്നേഹിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ പഠിക്കണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട് നിന്നെ പോലെ അതാ കാണാനിടകുള്ള സുന്ദരനായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുകയാ മഹാനായ സൗബാ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്ന സൗബാരേ, കാണാനിടകുള്ള സുന്ദരനായ യുവാവായിരുന്ന സൗബാ റളിയല്ലാഹു തആല അൻഹു അവിടെ എല്ലും തോലുമായിരിക്കുകയാ. ആരോഗ്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയി. എല്ലുകൾ വെളിയിൽ കാണുകയാണ്. അവിടുന്ന് സുന്ദരനായിരുന്നു, പക്ഷേ നിറമിങ്ങനെ മാറിയിരിക്കുകയാണ്. അവിടത്തെ നിറം പോലും നീല നിറമായി. എല്ലും തോലുമായിരിക്കുന്ന സൗബാ തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്കെന്തേ സംഭവിച്ചത്? എന്തു പറ്റി സൗബാരേ? ഇങ്ങനെ സംഭവിക്കാറുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സൗബാ തങ്ങളോട് ചോദിച്ചു, നിനക്ക് വല്ല രോഗവുമുണ്ടോ? യാ റസൂലല്ലാഹ്, എനിക്കൊരു രോഗവുമില്ല നബിയേ. ഞാൻ ഇങ്ങനെയാകാനുള്ള കാരണം എന്തെന്നറിയോ? എനിക്ക് സമാധാനമില്ല നബിയേ, എനിക്ക് സമാധാനമില്ല നബിയേ. ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, കാരണമെന്താ? യാ റസൂലല്ലാഹ്, എനിക്ക് എപ്പോഴും അങ്ങയെ കണ്ടുകൊണ്ടിരിക്കണം നബിയേ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എപ്പോഴും അങ്ങയെ കണ്ടുകൊണ്ടിരിക്കണം. കാണാതെ വന്നാ എനിക്ക് സമാധാനമില്ല നബിയേ. എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല നബിയേ. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല നബിയേ.